എല്ലാവരും ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ അല്ല കേട്ടോ നമ്മൾ കാസർഗോഡുകാർ ഇടിയപ്പം ഉണ്ടാക്കൽ. നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒരു നീണ്ട പ്രോസസ്സാണ്. അത് ഉണ്ടാക്കണമെങ്കിൽ രാവിലെ മുതലേ തുടങ്ങണം. അരി കുതിർക്കണം, പിന്നെ അത് അരക്കണം, അതിനെ കുറുക്കണം, ഉണ്ടയാക്കണം, വെക്കണം, പിന്നെ അത് വേവണം, പിന്നെ അതിനെടുത്തിട്ട് ഈ സാധനത്തിലിടണം. ഇതിന് ഞങ്ങൾ ഇടിയപ്പപ്പല എന്നാണ് പറയൽ. വേറെ പേരുണ്ടോ എന്ന് നമുക്കറിയില്ല. ഞങ്ങൾ അങ്ങനെ പറയൽ. സേവനാഴിയിൽ വേണമെന്ന് പറയാം. പിന്നെ കടുമ്പാക്കിയിട്ട് അതിലിടണം, പിന്നെ അത് തിരിക്കാൻ ഒരാൾ വേണം, താഴെ അതിൻ്റെ പ്ലേറ്റ് പിടിച്ചിട്ട് പിടിക്കാൻ ഒരാൾ വേണം. അങ്ങനെയെല്ലായിട്ടൊരു വലിയ പ്രോസസ്സ് തന്നെ ഇടിയപ്പം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അത് പിന്നെ അതിനെ കൊണ്ട് തന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കില്ല. മാസത്തിൽ ഞങ്ങളിങ്ങനെ കയ്യും കാലും പിടിച്ചെങ്കിൽ അമ്മ ഒരു ദിവസമെങ്കിലും ഉണ്ടാക്കി തരും. അല്ലെങ്കിൽ വീട്ടിലേക്ക് ആരെങ്കിലും ഗസ്റ്റ് വരണം, അതായത് ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് പുതിയതായിട്ട് വിരുന്നിന് വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ മരുമക്കളെ സൽക്കരിക്കുക, പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടാകുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെയല്ലാന്ന് ഇത് ഉണ്ടാക്കൽ. ഇന്നിപ്പോൾ ഈ ഇടിയപ്പം കറങ്ങുന്നത് ഞങ്ങളെ ഭർത്താക്കന്മാർ വരുന്നുണ്ട്, എൻ്റെ ചേച്ചീൻ്റെ ഹസ്ബൻഡ് വരുന്നുള്ളതുകൊണ്ടാണ്. ഈ സൽക്കാരത്തിന് വേണ്ടിയിട്ടാണ് ഈ ഇടിയപ്പവും പാലും പിന്നെ ചിക്കൻ്റെ പാർട്സ് കറി. ഞങ്ങൾ ഹസ്ബൻഡ്സ് ഒരു ചിക്കൻ പാർട്സ് ഫാനാണ്. അപ്പം പാർട്സ് കറി വെച്ചു. അപ്പോഴേക്ക് ഇടിയപ്പം ഫുള്ള് റെഡിയായി. അങ്ങനെ ഞാൻ പിന്നെ വേഗം പിള്ളേർക്ക് ഫുള്ള് കൊടുത്ത്. ആര്യനെല്ലാം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ അതിൽ വിളമ്പി കൊടുത്തു. പിന്നെ ഞാനെടുത്ത് കഴിച്ചു. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നല്ല ചൂട് പൊറോട്ട അമ്മക്ക് അച്ഛൻ ക്യാൻറ്റീനിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായി. അപ്പം അതും കൂട്ടിയിട്ട് ഒരു പിടിയെല്ലാം പിടിച്ചിട്ടാണ്. ഞാൻ നാട്ടിലേക്ക് വന്നത് തന്നെ തിന്നാനാണോ ചില സമയത്ത് അങ്ങ് തോന്നലുണ്ട്. പക്ഷേ അതൊരു സത്യം മാത്രമാണ്. ഞാൻ എൻ്റെ വീട്ടുകാരെയും കുടുംബക്കാരെയും കാണുന്നതിന് മുമ്പേ ഞാൻ ആലോചിക്കുന്നുണ്ട് എനിക്ക് എന്ത് തിന്നണം എന്നുള്ളത്. അപ്പോൾ ഞാൻ തിന്നിട്ട് വരാം. അപ്പോൾ അത്രയേ ഉള്ളൂ.